പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ നാളെ എന്ന ഈ ജ്യോതിഷ പദ്ധതിയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ജൂൺ മാസം 14-ാം തീയതി, അതായത് 1200 ഇടവമാസം 31-ാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:43. നാളത്തെ രാഹുകാലം ശനിയാഴ്ച കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. അതിശക്തമായൊരു നക്ഷത്രമാകുന്നു ഉത്രാടം നക്ഷത്രം. ഉത്രത്രയത്തിൽപ്പെടുന്നു. ഉത്രത്രയം എന്നാൽ 9 നക്ഷത്രങ്ങളുടെ സമൂഹമാണ്. ഉത്രമൊത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഉത്രത്രയം എന്നാൽ ഈ 9 നക്ഷത്രങ്ങളാണ്. ഇവിടെ ഉത്രാട നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും അഭിലഷണീയമായ നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു, 3ാമത്തെ തിഥിയാകുന്നു. കറുത്തപക്ഷത്തിലെ 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നാളെ ഇടവമാസത്തിൻ്റെ അവസാനത്തെ ദിനമാണ്. നാളെ ഇടവം 31 മറ്റന്നാൾ മിഥുനമാണ്. പക്ഷേ നാളെ സംക്രമം നടക്കുന്നത് നാളെ രാത്രിയല്ല, മറ്റന്നാൾ കാലത്ത് 6:45 മിഥുനമാസം 1-ാം തീയതിയാണ് സംക്രമം. അതിനാൽ നാളെ സംക്രമത്തിന് തലേന്നാളുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾക്ക് പോകാം. അവിടെ ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കിലേക്ക് എണ്ണ, മാല, പായസം ഒക്കെ സമർപ്പിച്ച് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹാശിസുകൾ എൻ്റെ പ്രിയപ്പെട്ട ഭക്തർ വാങ്ങുക. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാകുന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ അധിപൻ സൂര്യനാകുന്നു. സൂര്യൻ ശിവനാകുന്നു. അതിനാൽ നാളെ ആദിത്യ ഹൃദയ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജപിക്കാം. നന്നായി ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര ശിവന് വഴിപാടായി സമർപ്പിക്കുക. നാളത്തെ നല്ല മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് 10:45 മുതൽ 1 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താം. ശിവക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നാളത്തെ ദിനത്തെ ധന്യമാക്കുക. എല്ലാ ശുഭകാര്യങ്ങളും ചെയ്ത് നാളത്തെ ദിനത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ നാളെയിലൂടെ നന്ദി, നമസ്കാരം.